ഫോർമാറ്റ് മാറിയതിന് ശേഷം വലിയ മാറ്റങ്ങൾ ഉണ്ടാവും, പുതിയ ടീം മുന്നോട്ട് വരും എന്നൊക്കെയുള്ള പ്രവചനങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. പക്ഷേ ഇതിനകത്ത് അങ്ങനെ വലിയൊരു അത്ഭുതങ്ങളൊന്നും ഉണ്ടായതായിട്ട് കാണുന്നില്ല ചാമ്പ്യൻസ് ലീഗിന്റെ ഇപ്രാവശ്യത്തെ. ഒന്നും ഉണ്ടായിട്ടില്ല. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ലിവർപൂൾ PSG ഒരു വലിയ ടീം പുറത്തായി. അതേപോലെ തന്നെ അത്ലറ്റിക്കോ, റയൽ. ഇതിൽ ലിവർപൂൾ അത്ലറ്റിക്കോയും ക്വാർട്ടറിലെത്തിയ ആരും ഞെട്ടില്ലായിരുന്നു. പക്ഷെ ബാക്കി വന്നിട്ടുള്ള ടീം ബാഴ്സലോണ ആരെയും ഞെട്ടിപ്പിച്ചെത്തിയതല്ല. ബായൺ മ്യൂണിക്ക് എപ്പോഴും ഈ സ്റ്റേജ് എത്തേണ്ടതാണ്. റിയൽ മാഡ്രിഡ് അതേപോലെ എപ്പോഴും എത്തേണ്ടതാണ്. പിന്നെ ആർസണൽ ഇപ്പൊ ഇംഗ്ലണ്ടില് 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ടീമാണ്. അപ്പൊ അതും ഒരു ഞെട്ടലല്ല. ബൊറുസിയ ഡോർട്ട്മണ്ട് ലീഗ് ഫോം വളരെ മോശമാണെങ്കിലും കൂടി ഇപ്പൊ ജർമ്മൻ ബുണ്ടസ് ലീഗയിൽ 10ാം സ്ഥാനത്താണ്. 26 പോയിന്റ് പുറകെ മ്യൂണിക്കിന്റെ. പക്ഷെ എന്നാലും കൂടി ചാമ്പ്യൻസ് ലീഗിൽ കഴിഞ്ഞ തവണ ഫൈനലിൽ എത്തിയ ടീം. അപ്പൊ ആ ഒരു നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ ഒരു ഫുട്ബോൾ ഹെറിറ്റേജ് ഉള്ള ടീമാണ് ഡോർട്ട്മണ്ട്. അപ്പൊ അതും ഒരു ഞെട്ടിക്കലല്ല. ഇതിൽ ശരിക്കും ഒരു സർപ്രൈസ് എന്ന് പറയാനുള്ളത് ആസ്റ്റൺ വില്ല മാത്രമേ ഉള്ളൂ. പക്ഷെ അതിലും അവരുടെ ടീം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ അവര് ലോണിൽ കൊണ്ടുവന്നിട്ടുള്ള 2 പ്രധാനപ്പെട്ട കളിക്കാർ, ഒന്ന് മാർക്കോ അസെൻസിയോ PSG എന്ന് വന്ന മെഡ്രിഡിന്റെ കൂടെ 3 ചാമ്പ്യൻസ് ലീഗ് നേടിയ കളിക്കാരന്. പിന്നെ മാർക്കസ് റാഷ്ഫോർഡ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്. റാഷ്ഫോർഡിനെ അവിടുന്ന് ആട്ടി ഓടിച്ചതാണ്, ഇവിടെ വന്നിട്ട് ഉഗ്രനായി കളിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനത്തെ കളിക്കാരുള്ള ടീമിനെ ആരെയും തോൽപ്പിക്കാനും പറ്റും. അപ്പൊ അവര് മാത്രമേ ശരിക്കും ഒരു സർപ്രൈസ് പറയാനുള്ളൂ.